ആപ്കി അദാലത്തിൽ JDU നേതാവായ നിതീഷ് കുമാറിന് മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം വോട്ടിനു വേണ്ടി രാഷ്ട്രീയ നാടകം കളിക്കുന്നു. നിതീഷ് സാർ, ജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് താങ്കളോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇലക്ഷന്റെ സമയമാണ്. ഇപ്പോൾ താങ്കളും താങ്കളുടെ പാർട്ടിയും രാംവിലാസ് പാസ്വാന്റെ വീടിന്റെ വാതിക്കൽ പോയി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് രാംവിലാസ് പാസ്വാനോട് ഞങ്ങളോടൊപ്പം വരുമെന്ന് പറയുകയാണ്. ബീഹാറിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പാർട്ടിക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിരുന്നു, സംസാരിച്ചു. ആ സമയത്തും സംസാരിച്ചു, പിന്നെയും സംസാരിച്ചു. പക്ഷെ ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇത് മാത്രമാണ് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചത്. അവിടെ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന വോട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അദ്ദേഹവും താങ്കളോട് പറയാൻ ശ്രമിച്ചത് ഇതാണ്: ഒരുപക്ഷെ BJPയെ വിട്ടിട്ട് വരികയാണെങ്കിൽ താങ്കളോടൊപ്പം ചേരാൻ തയ്യാറാണ്. ഇല്ല, ബാലൻസ് ഓഫ് കൺസിഡറേഷൻ. അവരുടെ ജഡ്ജ്മെന്റ് ഇതാണ്, ഞങ്ങൾ ആരെയും വിടാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പാസ്വാനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും നാൾ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ സംസാരിച്ചിരുന്നു, നമ്പർ 1. നമ്പർ 2, പിന്നെ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൽ മിനിസ്റ്ററാണ്. അദ്ദേഹം അതിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടായപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരാൻ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ഈ അറിയിപ്പ് കൊടുത്തു, നിങ്ങൾ UPAയിൽ നിന്നും പുറത്തു വരാൻ. ഇതിൽ എത്രത്തോളം സത്യമുണ്ടായിരുന്നു? താങ്കൾ കോൺഗ്രസിനോടൊപ്പം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന വാർത്ത. കോൺഗ്രസ് പാർട്ടി ഓപ്പണായി UPAയിൽ നിന്ന് ലാലു പ്രസാദിനെ പുറത്താക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം ബീഹാറിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാരിനെതിരായി നിൽക്കുന്ന എല്ലാ പാർട്ടികളും ഒന്നാകണമെന്ന് അന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന്. ജോർജ് ഫെർണാണ്ടസിനേക്കാളും വലിയ സപ്പോർട്ട് കോൺഗ്രസിന് ആരാ ഉള്ളത്? പറയൂ, കേൾക്കട്ടെ. അദ്ദേഹം പറഞ്ഞത്, ബീഹാറിനെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ തയ്യാറാണെന്നാണ്. ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യമുണ്ടോ? അവർക്കിവിടെ 24 MPമാരുടെ സപ്പോർട്ട് വേണം. ലാലു പ്രസാദ് എന്തൊക്കെ ഡ്രാമ കളിച്ചാലും അദ്ദേഹത്തോട് അവർക്ക് വഴക്കിടാൻ കഴിയില്ല. പക്ഷേ നിതീഷ് സാർ, താങ്കൾ ഏത് കോൺഗ്രസിനെയാണോ ജീവിതകാലം മുഴുവനും എതിർക്കുന്നത്? ബീഹാറിൽ ജയിക്കാൻ വേണ്ടി അവരുടെ സപ്പോർട്ടിന് വേണ്ടി പോകാൻ തയ്യാറാണോ ഇപ്പോൾ? കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ലായിരുന്നു. പക്ഷേ ലാലു പ്രസാദ് യാദവിനെ കോൺഗ്രസ് സഖ്യകക്ഷിയിൽ നിന്നും പൂർണ്ണമായും മാറ്റണമായിരുന്നു. അതിലൊരു നിങ്ങൾക്കും അറിയാവുന്ന കോൺഗ്രസ് പാർട്ടി താങ്കളുടെ സർക്കാർ വരാൻ വേണ്ടി അവരുടെ സർക്കാരിനെ ബലികൊടുക്കില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബലിയാടാവാൻ കഴിയില്ലല്ലോ. അവർ ഡൽഹിയിൽ ലാലു പ്രസാദുമായി ചേർന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കും, എന്നിട്ട് ബീഹാറിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ കാണുന്നതല്ലേ. കോൺഗ്രസ് പാർട്ടി ലാലു പ്രസാദ് യാദവിന്റെ സിറ്റിംഗ് സീറ്റ് ഒഴിച്ച് മറ്റു സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണത്? ഓപ്പോസിഷൻ വോട്ട് മറിക്കാൻ വേണ്ടി, പിന്നെ ലാലുവിന് സേവ് ചെയ്യാൻ വേണ്ടി. ഇന്ന് കോൺഗ്രസിന് 2 രീതിയിലും ലാഭമാണ്. പാസ്വാനും അവർക്ക് വേണ്ടി സീറ്റ് ഉപേക്ഷിക്കുന്നു, ലാലുവും അവർക്ക് വേണ്ടി സീറ്റ് ഉപേക്ഷിക്കുന്നു. പക്ഷെ നിങ്ങൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ UPA മുഴുവൻ ചിതറിപ്പോയിരിക്കുകയാണ്. അവർക്ക് ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയില്ല. അവരൊരുമിച്ചല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, അവർ പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിലൊരു പവറില്ല. കാരണം ലാലു പ്രസാദ് യാദവ് കോൺഗ്രസ് നല്ലതാണെന്ന് പറയുന്നു, കോൺഗ്രസ് ലാലുവിനെ നല്ലയാളാണെന്ന് പറയുന്നു. രാംവിലാസ് പാസ്വാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ വിടാമെന്ന് പറയുന്നു. ഉടക്കാണെങ്കിൽ ഉടക്ക് തന്നെ വേണ്ടേ? ഇതിനെന്താ അർത്ഥം? വഴക്കിടുന്നു, ഒന്നാകുന്നു, എന്താ അർത്ഥം? ഡൽഹിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ബീഹാറിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുക നിങ്ങൾ? ബീഹാറിലെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കുമോ? പറയൂ. ഇത് തന്നെയല്ലേ താങ്കളും ചെയ്യാൻ ശ്രമിച്ചത്? അവർ ലാലു പ്രസാദ് യാദവിനെ അവിടെ സ്ട്രോങ് ആക്കുകയാണ്. താങ്കളുടെ ശ്രമവും ഇത് തന്നെയായിരുന്നില്ലേ? പാസ്വാനോട് കോൺഗ്രസിനോടൊപ്പം ഡൽഹിയിൽ ഇരുന്നിട്ട് ബീഹാറിൽ താങ്കളോടൊപ്പം. ഇല്ല, അത് നടക്കില്ല. അതൊരിക്കലും നടക്കില്ല. ഇത് പാസ്വാനും അറിയാം, ഞങ്ങൾക്കും അറിയാം. എപ്പോ അദ്ദേഹം മുന്നോട്ട് വരുന്നു ആ സമയത്ത് ബീഹാറിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പതുക്കെ അവിടേക്ക് തന്നെ പോകും. അതെങ്ങനെ സാധ്യമാവും? ഒരിക്കലും സാധ്യമാവില്ല. അത് അദ്ദേഹത്തോട് സംസാരിക്കണം. അങ്ങനെ സമ്മതിച്ചാൽ പാസ്വാൻ അദ്ദേഹത്തിന് ഇത് നന്നായി മനസ്സിലായി കാണും. അതുകൊണ്ടാണ് അദ്ദേഹം ആ ദിശയിലേക്ക് പോകാതിരുന്നത്. പാസ്വാനെ വിമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റ് പോൾ അലയൻസിന്റെ വാതിൽ താങ്കൾ തുറന്നു വെച്ചിരിക്കുന്നത് പോലെയുണ്ട്. നോക്കൂ രജത് സാർ, രാഷ്ട്രീയം എന്നത് ജാതി അടിസ്ഥാനമാക്കിയുള്ളൊരു കളിയാണ്. അതൊരു പോരാട്ടമാണ്. ഞങ്ങൾ ലാലു പ്രസാദിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പാസ്വാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ആരെ എതിർക്കണമോ അവരെ എതിർക്കും. പക്ഷേ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് പാസ്വാനും ലാലുവും താങ്കൾക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അതെ, അത് ശരിയാണ്. അത് അവരുടെ താല്പര്യം. പക്ഷേ ഞങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. പാസ്വാനും ചിലപ്പോഴൊക്കെ ടാർഗറ്റ് മിസ് ചെയ്യും, ചിലപ്പോഴൊക്കെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യും. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ലാലു പ്രസാദിനെ മാത്രമാണ്. താങ്കള്
ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ഫോർമുലകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, താങ്കൾ ഒരു ലോലിപോപ്പ് ആണെന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ലോലിപോപ്പ്, അതും രാംവിലാസ് പസ്വാന്റെ കയ്യിൽ കൊടുത്തു. അതും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും താങ്കൾ എന്തെങ്കിലും താങ്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ നിമിഷം വരെ? മറുപടി തരൂ. ഞങ്ങളുടെ ആശങ്കയെല്ലാം ബീഹാറിന്റെ ഭാവിയെക്കുറിച്ചോർത്താണ്. ഞാൻ എന്റെ ഭാവിയെക്കുറിച്ച് ഒരിക്കലും വിഷമിച്ചിട്ടില്ല. എന്റെ ഭാവി എന്താണെങ്കിലും ശരി, എനിക്ക് അതിനെക്കുറിച്ചോർത്ത് വിഷമമില്ല. പിന്നെ നിങ്ങൾ ലോലിപോപ്പാണെന്ന് പറഞ്ഞു, അതൊരിക്കലുമല്ല. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ ശ്രമമാണെന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, അതിനെക്കുറിച്ച് ചിന്തിച്ച് ജനങ്ങളുടെ നന്മയ്ക്കും ഞങ്ങളുടെ ഒത്തൊരുമയ്ക്കും വേണ്ടി ഉണ്ടായ ഒരു പ്രസ്താവനയാണ്. അതൊരിക്കലും ലോലിപോപ്പല്ല. അതിന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കറിയില്ലെന്ന് തോന്നുന്നു. അതിനുശേഷവും ഞങ്ങൾ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അതാണ് സത്യം. നിതീഷ് സാർ, താങ്കൾ ആരെയാണോ നേതാവാക്കാൻ ശ്രമിച്ചത്, പക്ഷെ അദ്ദേഹത്തിന് അത് ആകാനുള്ള താല്പര്യമില്ല. ഇപ്പൊ അതാണല്ലോ പ്രശ്നം തന്നെ. ശ്രീ പാസ്വാൻ മുഖ്യമന്ത്രി പദവി കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിതേ പറയൂ. പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നത് മറ്റൊന്നാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വാക്ക് അദ്ദേഹം കേട്ടാൽ ബീഹാറിൽ ഭരണം നടത്താം. അങ്ങനെ ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം കാണിച്ചാൽ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു നല്ല പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരാനായി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്താ നടക്കുന്നതെന്ന് നോക്കാം.